പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ഹാൻഡ് കഫൊക്കെ ഇട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്ന ഈയൊരു ആളിനെ കണ്ടോ? ഇയാളൊരു നമ്പൂതിരിയാണ്, സജിത്ത് നമ്പൂതിരി. ഈ സജിത്ത് നമ്പൂതിരി മേൽശാന്തിയായിരുന്ന ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണിക്കവഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ച കുറ്റത്തിന് പോലീസ് പിടികൂടി തെളിവെടുപ്പിന് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ദൈവത്തിന് പണം ആവശ്യമില്ല, പക്ഷേ നൂറുകണക്കിന് വിശ്വാസികൾ സമർപ്പിക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള നാണയത്തുട്ടുകളും പണങ്ങളും ഒക്കെയാണ് ആ ഒരു ഭണ്ഡാരത്തിൽ കിടക്കുന്നത്. അത് യാതൊരു കാരണവശാലും മോഷ്ടിച്ചെടുക്കാൻ പാടുള്ളതല്ല. പിന്നെ ക്ഷേത്രങ്ങളുടെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കും ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പണങ്ങളിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും ക്ഷേത്ര തിരുമേനിമാരോട് തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ബഹുമാനമാണ്. പക്ഷേ ഇത് വിശ്വാസി സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വളരെ മോശം പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇയാൾ നല്ലൊരു തിരുമേനി അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്ത ശേഷം അതേ ക്ഷേത്രത്തിൽ പിന്നീട് കവർച്ച നടത്തിയ കേസിൽ മേൽശാന്തി അറസ്റ്റിലായി. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത്ത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത്ത് നമ്പൂതിരി വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം നടത്തിയത്. ഇയാൾ 2015 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്തു വന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന സജിത്ത് നമ്പൂതിരി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൽ രാത്രി സമയമെത്തി ക്ഷേത്രത്തിലെ 2 വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം നടത്തിയത്. സജിത്ത് നമ്പൂതിരി ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ ക്ഷേത്രത്തിൽ എത്തിച്ച് അഞ്ചൽ ക്രൈം SI രാജശേഖരൻ്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. സമാന കേസിൽ കൊട്ടാരക്കര പോലീസാണ് സജിത്ത് നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം നടത്തിയതും താനാണെന്ന് സജിത്ത് നമ്പൂതിരി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയതും. തുടർന്ന് അഞ്ചൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. അപ്പോൾ ഇത് അയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇയാൾ ഇതുപോലെ മോഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇയാളിനെയും ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നിട്ടുണ്ട് എങ്കിൽ, അവിടെ നിന്നും ഏതെങ്കിലും രീതിയിൽ പണം പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇയാളെയും സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2 മാസത്തിന് മുന്നേ രാത്രി ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുകയും കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീകോലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി ശ്രീകോൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് അത് അപഹരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുടകയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട്, ടോർച്ചിൻ്റെ വെട്ടത്തിൽ താഴെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി പുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തത്തോടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അടുത്ത സമയത്തായി പ്രതിയെ മറ്റൊരു കേസിൽ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ പ്രതിയുമായി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് SIയും മറ്റും ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ തെളിവെടുപ്പ് പൂർണ്ണമാക്കിയിട്ടുള്ളതാണ്.